ഇത് നമ്മളെ വീരാനല്ലേ, ഇല്ലിക്കെട്ട് വീരാനല്ലേ? ഈ ഹംക്കിനാണോ നമ്മള് ബോസ് എന്ന് വിളിക്കുന്നത്? ഒക്കെ പണ്ട് ആള് മാറിപ്പോയി, ഇപ്പൊ സാറായെന്ന് വിളിക്കണോ? കാണാൻ കിട്ടൂല ആളാ. ഓനിപ്പ സിനിമ നടനാ. റബി എന്ന് പറഞ്ഞാലേ ഇപ്പൊ എല്ലാരും അറിയൂ. ഓൻ ഭയങ്കര സെറ്റപ്പാപ്പോ. സാറ് മമ്മൂട്ടിന്റെ പടത്തിലാ. കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സലാം അലൈക്കും. എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. നീ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ? ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടിന്റെ ഷൂട്ടിംഗ് എന്തായി? 2-3 സീൻ കൂടി ബാക്കിയുണ്ട്. ബാക്കിയുള്ള സീൻ മുഴുവൻ രണ്ടല്ല. നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ എന്താ പേര് പറഞ്ഞത്? മോദി കാളപ്പാറ. അപ്പൊ മോദി സാറേ, ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് കോടികളോടുള്ള കോൽക്കളയാണ്, അറിയോ? അതിൻ്റെ ഇടയ്ക്ക് ഈ ഹോം സിനിമ പോലുള്ള ചീളി കേസ് ഏറ്റെടുക്കാൻ പ്രൊഫഷണൽ സംവിധാനന്മാർ കിട്ടൂല. ഷോർട്ട് ഫിലിം ആയിരുന്നു മൂപ്പര പ്ലാന്. ഞാനത് ഹോം സിനിമ ആക്കിയതാ. നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാ, വെറുതെ ഷോർട്ട് ഹോമോ എടുത്ത് പൈസ സമയം കളയണ്ട. ഏറി വന്നാൽ 100 ആള് കാണും. ഒരു 10-15 പേര് അഭിപ്രായം പറയും, കുറച്ച് പേര് ലൈക്ക് അടിക്കും. അത് മതിയോ? കുറച്ചുകൂടി പണം മുടക്കി OTT സെറ്റപ്പിൽ ഒരു സിനിമ ചെയ്ത് നോക്കുക. മോദി തവളപ്പാറ ലോകറിയും, കോടികളുടെ വരുമാനമായിരിക്കും. അല്ല, അതിനെത്ര പൈസ ആവും? പടത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഫണ്ടിന്റെ ആവശ്യം. ക്വാളിറ്റി കൂടി എന്ന് വിചാരിച്ച് പടം നന്നായിക്കൊള്ളില്ല. പിന്നെ സ്ക്രിപ്റ്റിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മോദി സാറ് ഫണ്ടൊക്കെ ഇറക്കാൻ തയ്യാറാണല്ലോ അല്ലേ? മുടക്കിയ പൈസ തിരിച്ചു കിട്ടുകയാണെങ്കിൽ മൂപ്പര് തയ്യാറാണ് അല്ലേ? മുടക്കിയ പൈസ മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ ലാഭം ഞാൻ എടുത്തോളാം. എന്തായാലും കിട്ടണോ? അത് ഞാൻ ഏറ്റു. അപ്പൊ നമുക്കിത് പ്രൊസീഡ് ചെയ്യാലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? മൂപ്പർക്ക് സമ്മതാണ്. സാറ് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഏതായാലും നന്ദിക്കണല്ലോ. ഓക്കെ, 1-2 ഫേമസ് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടുമോ നോക്കട്ടെ. 1-2 ദിവസം ഷൂട്ട് മതി. കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഫിലിം സക്സസ് ആവും. ബാക്കിയൊക്കെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. അതെ, മുനീർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നന്ദി സാറേ. ഞാൻ എന്തായാലും ഉണ്ണി പട്ടിണി മുക്കുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. കേട്ടിട്ടില്ലേ ഉണ്ണി പട്ടിണി മുക്ക്? ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ശരി, ഷൂട്ടിംഗ് ടൈമായി. സെറ്റിൽ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബൈ ബൈ. അല്ലട മണങ്ങ, എന്റെ ഒടുക്കത്തെ ജാട കാണിച്ച് കിട്ടണോ ഇല്ലാണ്ടാക്കല്ലേ. അയാളെന്തേലും പറഞ്ഞോ? അല്ല പിന്നെ ആരായാലും പറയൂലേ. ആ സമയത്ത് തന്നെ എനിക്കൊന്ന് പൊട്ടിക്കാനാ തോന്നിയത്. എടാ, അയാള് മൂത്ത ജാടന്റെ എസെൻസാ. അപ്പൊ ഞാനൊന്ന് പൊലിപ്പിച്ച്. അയാൾ എന്നെ കണ്ടപ്പം തന്നെ ഇല്ലിക്കെട്ട് ബീരാനല്ലേന്നാ ചോദിച്ചത്. ഞാൻ ആ സമയത്തുണ്ടല്ലോ എന്റെ തൊഴി ഉരിപ്പിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചതാ. എങ്ങനെങ്കിലും തള്ളിയിട്ട് ഞാൻ പൈസ വാങ്ങിയെടുക്കാൻ നോക്ക്. എൻ്റെ ഒരു റബീന്. അല്ലാടെ പ്രദീപ്, ആ നുരയും പതയും നീർക്കോലി രാജന്റെ പടല്ലേ? അതെ, അത് സൂപ്പർ ഹിറ്റ് ആവുന്നല്ല കേൾക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് സൈഡാക്കണല്ലടാ. ആരാ പറഞ്ഞത്? ജോർജ് വിളിച്ചു പറഞ്ഞതാണ്. എന്നാ റിലീസ്? തട്ടുംപുറത്തെ അലമാറിന്റെ അതേ ആഴ്ചയാണ്. അതിന് അള്ളു വെക്കാനാണ് അവന്റെ പരിപാടി. ഓ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ വേണ്ടത് ചെയ്തോളാം. നല്ലൊരു സ്റ്റിക്ക് വാങ്ങണം. തല്ലിപ്പൊട്ടിക്കാനൊന്നല്ല, ഇയാളൊരു കോപ്പിലെ വീഡിയോ എന്റെ ഫോണായി പോയി. ഇതെന്ത് വെറുപ്പിക്കൽ ചങ്ങായി ഇപ്പൊ ഇത്?
നമുക്കെന്താ ഫോൺ എടുക്കാത്ത? എത്ര നേരാടാ എന്നെ വിളിക്കുന്നേ? എടാ ഞാനേ ലൊക്കേഷനിലാണ്, ഷൂട്ട് എടുത്തോണ്ടിരിക്കുക. ഞാനും ടൗണിലുണ്ട്. നീ ലൊക്കേഷൻ അങ്ങോട്ട് വിട്. പഹനിങ്ങോട്ട് വന്നപ്പോ നാട് പോയി പാട്ടാക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് മമ്മൂട്ടിനെ ഒന്ന് കാണാലോ. വേണ്ട വേണ്ട, മമ്മൂട്ടിക്ക് ഇന്ന് ഷൂട്ടില്ല, ഇവിടെ പാക്കപ്പായി. ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ഓക്കെ. എവിടെയല്ലേ? ഞാൻ കെയർ ബേക്കറിന്റെ അടുത്തുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നേരായിടാ എന്നെ കാത്തിട്ട്. അവിടെ ഷൂട്ട് നടന്നുകൊടുക്കുമ്പോഴേ ലൊക്കേഷനിൽ നല്ല മഴ, ആകെ ഇടങ്ങാറ്. അതാ നേരം വൈകി. എടാ മൂപ്പര് ഭയങ്കര ത്രില്ലിലാ, വിളിയോട് വിളിയാ, സ്വൈര്യം തരുന്നില്ല. എടാ ഞാനേ കാര്യങ്ങളൊക്കെ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ മൂപ്പര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ. നമ്മളെ കമ്മീഷന്റെ കാര്യം നീ പറഞ്ഞോ? അതൊക്കെ ഞാൻ പറഞ്ഞിന്, എനിക്ക് നല്ലൊരു സംഖ്യ ഉണ്ടാവും. അത് മതി. അല്ല, പൈസ വാങ്ങി മുങ്ങണ കേസൊന്നല്ലല്ലോ. അയ്യേ, അങ്ങനത്തെ ആളൊന്നുമല്ല. ബഡ്ജറ്റ് അനുസരിച്ച് ഷൂട്ട് ചെയ്യുന്ന ആളാ. ഉണ്ണി പട്ടിണി മുക്ക് വേറെ ലെവലാണ്. വൈകുന്നേരം നമുക്ക് മൂപ്പരെയും കൂട്ടി ഡയറക്ടറെ വീട്ടിൽ പോവാ. കാര്യങ്ങളൊക്കെ മൂപ്പര് നേരിട്ട് സംസാരിച്ചോട്ടെ. എന്നാ പിന്നെ അമ്മക്ക് ചൊറയില്ലല്ലോ. കുറച്ച് ഗമയിൽ നിന്നട്ടോ, അല്ലാണ്ട് എടുക്കാൻ പോണം, തലേ കയറും. എന്താണത്? ഷോക്ക് അടിച്ചില്ലേ? അതറിഞ്ഞിട്ട് ഞാൻ തൊടാഞ്ഞ്. ഇയാളെ പേരെന്താ പറഞ്ഞ? പട്ടിണി മുക്കോ? പതുക്കെ, സാറ് കേക്കണ്ട. എടോ, പ്രൊഡ്യൂസർമാർ കോടികൾ മുടക്കുന്നതേ അവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ അവരുടെ ചന്തം കാണാൻ വേണ്ടിയല്ല. ഓളോട് പറ്റൂലെങ്കിൽ പൈസ തിരിച്ചു തന്നിട്ട് പോവാൻ പറയും പ്രദീപേ. ഈ ഉണ്ണി ഒന്ന് വിരൽ നൊടിച്ചാലേ 100 നടിമാർ ഇവിടെ വരും. അതെ, അയാളെന്താ പട്ടിണി മുക്ക് നോക്കിനെ? ഞാൻ അരമണിക്കൂർ കൊണ്ട് വരാം, എനിക്ക് ഗസ്റ്റ് ഉണ്ട്. ജാട, അത് എന്നോട് ഇതിലും വലിയ നടിമാരെ കണ്ടവനാ ഞാൻ. ആരാ? അവളാ ജ്ഞാനസുന്ദരി. ഓക്കല്ലേല് ജ്ഞാനത്തെക്കാൾ കൂടുതൽ ജാടയാ, ഭൂലോക സുന്ദരിയാന്നുള്ള വിചാരം. സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ മോദി തവളപ്പാറ. പ്രൊഡ്യൂസർ കം കഥ, തിരക്കഥ, സംഭാഷണം ആൻഡ് ആക്ടിങ്. ഓ, നൈസ് ടു മീറ്റ് യു. റിബിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല മുനീറെ, ഇയാൾക്ക് സംവിധായകന്മാർ ലുക്കൊന്നുമില്ലല്ലോ. ഇന്ന് അയാൾ കുളിച്ചിണ്ടാവും. സംവിധായകന്മാരായ തൊപ്പിണ്ടാവില്ലേ? മോദി സാർ അഭിനയിക്കുന്നുണ്ടല്ലോ അല്ലേ? മൂപ്പർക്ക് നായകനാവാൻ ആഗ്രഹം. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ആ, സ്കൂളിലൊക്കെ ഇപ്പൊ റീല് ചെയ്യുന്നുണ്ട്. ഓ യെസ്, ഒരു അഭിനേതാവിൻ്റെ എല്ലാ ലക്ഷണവും ഞാൻ മുഖത്ത് കണ്ടിരുന്നു. പ്രൊഡ്യൂസർമാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷേ ചളി സിനിമ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്താൽ മതി, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ നീതി പുലർത്തണം. ഐ എം റൈറ്റ്? അതെ, അതാണ് വേണ്ടി. പരമാവധി ചെലവ് ചുരുക്കാം. എന്നാലും OTT അല്ലേ, ഒരു 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെ കാണേണ്ടി വരും. 70 ലക്ഷം? മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഏറ്റവും ചുരുങ്ങിയ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. റിലീസായി 2-3 മാസം കൊണ്ട് ത്രിബിളായിട്ട് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആണോ? എൻ്റെ ഈ കഴിഞ്ഞ 2 സിനിമകളും 100 കോടി ക്ലബിലാണ്, അറിയോ? റബീന, ഒരു മിനിറ്റ്. എല്ലടാ, ഇത് വല്ലതും നടക്കും? ആ, ഒന്ന് താങ്ങിക്കൊടുത്താൽ മതി, ഭൂലോക പൊങ്ങിയാണ് ആള്. പിന്നെ
തട്ടുമ്പുറത്ത് അലമാര അടുത്ത റിലീസ് ഉണ്ടാവും. നമുക്ക് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കണം. നമുക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാം. ഓ അതിനെന്താ, ഹൗസ് ഫുള്ളിനുള്ള ആളെ ഞാൻ തരാം. ഗുഡ്. അറിയാലോ, നല്ല മൗത്ത് പബ്ലിസിറ്റി കിട്ടണം. അത് എൻ്റെ കെട്ടിയോളും ഓളെ അഞ്ചെത്തി തന്നെ മതി. ഒരു ജില്ല മുഴുവൻ ഓള് കവർ ചെയ്തോളൂ. നൈസ്. അങ്ങനത്തെ ആളുകളാണ് നമുക്ക് ആവശ്യം. യെസ്. പിന്നെ പ്രൊമോ ചെയ്യാൻ പറ്റിയ യൂട്യൂബർമാർ ആരെങ്കിലും കയ്യിലുണ്ടോ? അത് നമുക്ക് ശരിയാക്കാം. എല്ലാ ടീംസ് എൻ്റെ കയ്യിലുണ്ട്. ഫോളോവേഴ്സ് കൂടുതലുള്ളവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതെ, അവരാണ് വേണ്ടത്. കാശിന്റെ കാര്യത്തിൽ ഈ പ്രശ്നമേ ആക്കണ്ട. ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ, എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ സാറേ. അല്ല, മോൾക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. മോള് കലാതിലക? കോളേജിലൊക്കെ എല്ലാത്തിനും ഫസ്റ്റാ. ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. മോള് നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാ സാറേ. എന്നാലും ഒരു കാര്യം ചെയ്യ്, മോളുടെ ഫുൾ ഫോട്ടോ ഒന്നും ഇങ്ങോട്ട് അയച്ചോളൂ. പെട്ടെന്ന് അയച്ചോളൂ, പ്രൊഡ്യൂസറോടെ ഉണ്ട്. ഓക്കെ സാറേ, ഞാൻ ഇപ്പം തന്നെ അയക്കാം. കാണാൻ എങ്ങനെ, ഗ്ലാമറാ? മോള് കാണാനും നല്ല സുന്ദരിയാ. പിന്നൊരു കാര്യം, കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമാവണം, എന്നാലേ സെലക്ട് ആവുള്ളൂ. ഇഷ്ടാവും സാറേ. നല്ല അച്ചടക്കത്തോടെ അവളെ ഞാൻ വളർത്തിയത്. ഷൂട്ടിങ്ങുള്ള സമയത്ത് സെറ്റിലോ ലോഡ്ജിലായിരിക്കും. വീട്ടിൽ വരാനോ പോകാനോ ഒന്നും പറ്റില്ല. എന്നാലേ ഞാനൊരു മീറ്റിങ്ങിലാണ്, നിങ്ങൾ പിന്നെ വിളിക്കുന്ന. ഓക്കെ സാർ. എന്നാ ശരി സാറേ, ഞാൻ വിളിക്കാം. ഓ ഷുവർ, റിവിനോട് പറഞ്ഞാൽ മതി. ഓക്കെ. ചൂണ്ടിലിടാൻ പോയാൽ നല്ല മീനുണ്ട്. ഏടെ കഴിഞ്ഞ ഒരു തേങ്ങ കിട്ടി. ഇന്നലെ പോലെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അല്ല വീശുവരുണ്ട്, വീശുവല നാം ഒറ്റയടിക്ക് പരിപാടി. ഓൻ തരുവാടുണ്ടല്ലോ, ഓപ്പ അങ്ങോട്ട് ഇട്ടാ പോയതാ. അയ്യേ, ഓനെന്താ വിചാരിച്ച ആ ബാങ്ക് കയറിയാ പറ്റില്ല. മാനേജർ ഇവിടെ ഉണ്ട്, ചായ കുടിച്ചിട്ട് പോകാതെ മൂപ്പർക്ക് ഒരേ നിർബന്ധം. അല്ല മൈദൂക്ക, നിങ്ങളെ കണ്ടിട്ട് കൊറേ ആയല്ലോ. നിങ്ങൾ എവിടെ ഇനി തരേ? ഞാൻ കുളു മനാലി പോയത്. സ്കൂളിൽ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ലട്ടെ ഇയാൾക്ക്. അല്ല എഞ്ചിനീയർ ആയിട്ട് എന്താ ഇടപാട്? ഞാൻ പെരലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു, അതിനാണ്. അല്ല നമ്പർ ഇല്ല കയ്യില്, അതിൽ വിളിച്ചാ പോരെ. ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചാടാ, നോക്കിയിട്ട് കാണണ്ടേ. എല്ലാ ദിവസം ഇപ്പൊ പണിക്കൊന്നും പോകാറില്ല. ഞാൻ പോർണതേ ഉള്ളൂ. അന്നെപ്പോലെ എന്റെ വീട്ടിലുണ്ട് കണ്ടോ, മൊബൈലിൽ നോക്കിയിരിക്കാതെ ഒരു പണിക്കും പോയില്ല. അല്ല, നിങ്ങൾ അറിഞ്ഞോ ഞാനൊരു സിനിമ എടുക്കാൻ പോവാണ്? സിനിമ ആണെങ്കിൽ BSNL എടുത്തോളി, അതാണ് ഏറ്റവും നല്ല റേഞ്ച് ഉള്ളത്. എവിടുന്ന് വന്നു ചങ്ങായി? ഞാനൊരു സിനിമ എടുക്കാൻ പോവാണ്. സിനിമല്ല, സിനിമ. സിനിമ എല്ലാരോടും ഞാൻ പറഞ്ഞാണല്ലോ, എന്നോട് ആരും പറഞ്ഞില്ല. ഈ ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ? അത് ഓനോട് മറന്നതാവും. അല്ല ആരാ നായകൻ? നായകനും കഥയും നിർമ്മാതാവും ഒക്കെ ഞാൻ തന്നെ. ഇവിടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടാവും. ഹിന്ദി പട്ടിണിയൊക്കെയാണ് സംവിധാനം. കേട്ടില്ലേ? ഓഹോ, പിന്നെ കിടണ് പിന്നെ അതാണല്ലോ പണി. അതൊക്കെ ഇപ്പൊ ആരാ നോക്കല്? നടന്മാരാരാന്നൊക്കെ നോക്കല് ഇപ്പോ. ഈ നല്ല എന്താണല്ലോ, അതൊക്കെ ഇപ്പൊ എല്ലാരും നോക്കൂ. എന്നാ ശരി, ഞാൻ ആരെങ്കിലും കാണാൻ നോക്കട്ടെ. പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മതിയാവും. അല്ലടോ, ഇയാൾക്ക് വട്ടായോ? അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2 മിനിറ്റ് ബാക്കിലാണോ ഒരു സംശയമുണ്ട്. സൈക്കോസിനത്തിന്റെ പല വീടുകളും കേട്ടതാ. ചിലവർ മൂളി കൊടുത്ത ചായയുമായിട്ട്. പക്ഷെ ഇമ്മാരി മാരൊക്കെ വരുന്നത് ആദ്യ മരണം തന്നാണ് ഇയാൾ. നമുക്ക് 100 HP ഉണ്ടായിട്ട് കാര്യമില്ല. ആ എന്തെങ്കിലും ആവട്ടെ, മൂപ്പരെ മനസ്സമാധാനല്ലേ നമുക്ക് വലുത്. അത് ശരിയാ. ഭ്രാന്തായാലും നമ്മൾ തന്നെ താങ്ങണം. മക്കളാരും തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നില്ല. ആ അനീഷ് അതാ വരുന്ന, ഒന്ന് പീടിയ തുറന്നില്ലേ? എന്തോ പരദൂഷണായിട്ട് വരികയായിരിക്കും. ആ എന്താ ഇവിടെ പരിപാടി? എന്ത് പരിപാടിയടോ? ആ വാണത്തിന്റെ ഇറച്ചി നിന്ന് കുത്തിരിക്കുക. അറിഞ്ഞില്ലേ, വാണ സിനിമ എടുക്കാൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ ഇറച്ചി നിന്ന് കുത്തിരുന്നോളി മൂപ്പരെ. അല്ല ചങ്ങായി, ഇവനും വട്ടായോ? വട്ടൊക്കെ എന്റെ വാപ്പക്ക് നിങ്ങൾ വേണേ വിശ്വസിച്ചോളി. ഈ എങ്ങനെ അറിഞ്ഞ്? അതൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. പണക്കട മുനിയർ എന്നെ വിളിച്ചിരുന്നു. ഓന് ഇല്ലിക്കെട്ടും കൂടിയാണ് ഇതൊക്കെ തള്ളിയിട്ടത്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നേരാണ് ചങ്ങായി.
ചാൻസ് വേണമെങ്കിലും കാലില് വീണോ? സംഗതി സത്യാണ്. കാലിൽ വീഴാൻ ഇന്നെ നോക്കണ്ട, ഞാൻ പട്ടി പോവും. അല്ലേ വൈകുന്നേരം ക്ലബിൽ നിന്ന് കാണാം. ഓക്കെ, ഞാൻ വൈകിട്ട് നേരത്തെ. ഏത് പള്ളിയിലാണോ? നേരത്തെ വേറെ നേരത്തെ കൊറേ പെണ്ണുങ്ങൾ സിനിമ കണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലടോ, ഇപ്പൊ എന്തിനാ എങ്ങോട്ട് കൂട്ടി കൊണ്ട് നിൽക്കണേ? അതെ, ആരും കാണ്ടാന്ന് വെച്ചിട്ടാ. എനിക്ക് ആലോചിച്ചിട്ടേ നിങ്ങൾ സിനിമാ നടനാവാൻ പോവല്ലേ? നോക്കി എന്റെ രോമ എണീറ്റിക്കണു. എന്നാലേ ഈ മുന്നൂറ് കൂടെ ഒരു കാര്യം ചെയ്യണം. എന്താ സാറേ? സാറിന് എന്താ വേണ്ടെച്ച പറഞ്ഞു. അങ്ങാടിയിൽ എനിക്ക് നല്ലൊരു സ്വീകരണം ഏർപ്പാടാക്കണം. അതാണോ? അത് സാർ എപ്പ വേണ്ടെച്ച പറഞ്ഞാ പോലെ. ഇവിടെ തെണ്ടിത്തിരി നടക്കുന്ന കുറെ ചെക്കന്മാരുണ്ടല്ലോ, ഓരെയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കോ. നമുക്ക് കുറച്ച് ബംഗാളികളെ കൂടെ അവിടെ ഇറക്കിയാലോ? ആള് കുറവാണെങ്കിൽ കുറച്ച് ബംഗാളികൾ ഇറക്കണതിൽ വിരോധമില്ല. പിന്നെ ഈ സംഭവം ഞാനും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരെയും അറിയിക്കണ്ട. സാറിന്റെ പരിപാടിന്റെ ഓർഗനൈസർ ആണെന്ന് പറയാൻ വരെ എനിക്ക് അഭിമാനമാണ്. ലോകം അറിയാൻ പോണ സ്റ്റാർ അല്ലേ, ഫിലിം സ്റ്റാർ. ഇനി മുതൽ ഞങ്ങളെ സാറേന്നെ വിളിക്കുള്ളൂ. അതാണ് കുടുംബത്തിൽ പറഞ്ഞാലുള്ള ഗുണം. പണവും പ്രതാപവും നോക്കി ഇവിടെ ഒരു തെണ്ടിക്കും പെരുമാറാൻ അറിയില്ല. അത് വിവരമില്ലായിട്ടാ സാറേ. എന്നെ പോലെ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഈ നാട്ടിലില്ലല്ലോ. അതല്ല, സിനിമ തുടങ്ങിയാ പിന്നെ സാറെ ഇനി കാണാൻ കിട്ടുമോ? അതെന്താണ് സാറേ, ഈ തവളപ്പാറല്ലേ എന്റെ നാട്. അതിപ്പോ സാറ് സിനിമയിൽ പേരും പ്രശസ്തിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെ ആയിരിക്കില്ലേ? ഞാൻ ഇവിടം വിട്ടു പോലടോ. നീ ഞാൻ ഇത്രയും മനസ്സിലാക്കിയില്ല. നീ എനിക്ക് പിറക്കാതെ പോയൊരു മകനാണല്ലോടാ ഈ. അപ്പൊ എന്നാ ഷൂട്ടിങ്? നായിക എത്തിയില്ലടോ. നായിക ബോംബെ നിന്നാണ് വരുന്നത്. അത് ഇന്റർനാഷണൽ ലെവലിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ്. സാറിന്റെ മാനേജർ ആരാ? ഇല്ലടാ, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതെ, 10-15 വർഷം ജർമ്മൻ കമ്പനിയിൽ മാനേജറാ. എനിക്ക് ഒരു ഉപദേശം കൂടി കൊടുക്കാലോ. സാറിപ്പോ ഞങ്ങളും കൂടി സ്വത്തല്ലേ? നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് മുകളിലേക്ക് നിൽക്കാം. മുനീറിനെ മാനേജർ ആക്കിയാലൊരു ആലോചന ഉണ്ട്. ഏതേ? നമ്മളെ പാലക്കുള്ള മുനീറോ? ഓൻ ആള് ശുദ്ധനാണ്, പക്ഷെ ഓന് വിദ്യാഭ്യാസം ഇല്ലല്ലോ. ബോളിവുഡ് എന്നൊക്കെ വിളിച്ചാലേ ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓൻ അറിയോ? അത് ശരിയാണ്. തും കർത്താവായാലും ആപ്പ് അവിടെ വെക്കണമെന്ന് ഓനക്കറിയില്ല. ആപ്പ് വെക്കേണ്ടോട് തന്നെ വെക്കണം. എനിക്കാണെങ്കിൽ ഒഴിവില്ല, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അല്ല, അനക്കെന്താ ഇപ്പൊ ജോലി? നിരവധി കൺസ്ട്രക്ഷൻ സൈറ്റുകളെ ഇപ്പം എൻ്റെ തലയിലാണ്. അവിടുത്തെ പെയിന്റ് മിക്സിങ് എഞ്ചിനീയറാണ് ഞാൻ. അല്ല, പെയിന്റ് പണിക്ക് പോയാൽ അനക്ക് എന്ത് കിട്ടും? വെറുതെ ഒരു 3000-3500 ബാക്കിയാവും. അനക്കൊരു 4000 ഞാൻ തരാം, ഇതിന്റെ മാനേജർ ആയിക്കോ. എന്താ? അപ്പം എൻ്റെ പെയിന്റ് എഞ്ചിനീയറിങ് പെയിന്റിങ് എഞ്ചിനീയറൊക്കെ വലിച്ചിടോ. 3500 വലുതല്ലേ 4000? എന്താ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കോൺട്രാക്റ്റുകൾ എൻ്റെ അനിയനെ ഏൽപ്പിക്കാം. ഈയാണ് നാളെ മുതൽ എൻ്റെ മാനേജർ. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ 1-2 ഉപദേശങ്ങൾ ഞാൻ ഇപ്പോൾ തന്നാലോ? എന്നാ ഈ പറയും. ഇനി മുതൽ സാറിൻ്റെ A to Z കാര്യങ്ങളിൽ എൻ്റെ ശ്രദ്ധ ഉണ്ടാവും. സാറിൻ്റെ ഡ്രൈവിംഗ് മുതൽ കക്കൂസിൽ വെള്ളം കൊണ്ടുപോയി വെക്കണവരെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടാണ്. ഓഹോ, അതിൽ ഗ്ലാമറിൻ്റെ ലോകത്താണ് സാറുള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലടോ, ഈ മുഖത്തുള്ള ചുവപ്പും ചുളിവൊക്കെ എങ്ങനെ മാറ്റുക? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ തന്നെ തുടങ്ങേണ്ടി വരും. മാറ്റി മാറ്റി ഇടാനുള്ള 4-5 വിഗ് വാങ്ങാം. പിന്നെ താടി മുടിയും കറുപ്പിക്കാനുള്ള ഡൈ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് ഫാൻസ് അസോസിയേഷൻ കൂടെ ഉണ്ടാക്കണം. വെരി ഗുഡ്.